ഇന്നലെയായിരുന്നു ഏട്ടൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ശ്രാദ്ധ ചടങ്ങ്. അച്ഛൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. രാവിലെ 6 മണിയായപ്പോഴേക്കും കർമ്മങ്ങളൊക്കെ തുടങ്ങി. ഇത്തവണ ശ്രീനാഥേട്ടനും അമ്മായും കൂടി കർമ്മങ്ങളൊക്കെ ചെയ്തത്. തലേ ദിവസം തന്നെ ചെറുവിളയും കറുകി അതുപോലുള്ള കർമ്മ സാധനങ്ങളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബലിയർപ്പിച്ച് പിണ്ടച്ചോറ് കൈകൊട്ടി കാക്കയെ വിളിച്ച് കാക്ക പിതൃക്കളാണെന്നുള്ള സങ്കല്പത്തിൽ അവരത് വന്ന് കഴിക്കുന്നത് വഴി ആത്മാവിന് ശാന്തി ലഭിക്കുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഞങ്ങൾ ഈ കർമ്മമൊക്കെ ചെയ്യുന്നത്. കർമ്മങ്ങൾ ചെയ്തവർ മുത്തശ്ശൻ വയ്ക്കുന്ന ഇഞ്ചിത്തൈരും കട്ടച്ചോറും മെഴുക്കുവരട്ടിയും കൂട്ടി ഭക്ഷണം കഴിക്കുന്നതോടെ ചടങ്ങ് പൂർത്തിയാവും. ഉച്ചയ്ക്ക് ഒരു കുഞ്ഞ് സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിള്ളേരെ കിടത്തിയിറക്കി ഞാനും ഒന്നും മയങ്ങി. സാധാരണ ഞാൻ ഉച്ചയ്ക്കൊന്നും ഉറങ്ങാറില്ല, പക്ഷെ ഭയങ്കര പല്ലുവേദനയും തലവേദനയും കാരണം ഞാനും ഒന്നും ഉറങ്ങി. പല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ന്യൂട്ടന് 2 കുഞ്ഞിപ്പല്ല് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ പല്ല് വെച്ച് ഞെരിക്കണം ഒച്ചയേക്കാം കുറുക്കുറെന്നും പറഞ്ഞിട്ട്. വൈകുന്നേരം ഞാനും ന്യൂട്ടനും കൂടി നടക്കാൻ ഇറങ്ങി. ഋത്തൂട്ടൻ ഒരു സൈക്കിൾ സവാരിക്കും ഇറങ്ങി. ഇതാട്ടോ ഏട്ടൻ്റെ വീടും പരിസരവും സ്ഥലമൊക്കെ. ഭയങ്കര ഗ്രാമീണ ഭംഗിയാണ് ഏട്ടൻ്റെ സ്ഥലം കാണാൻ. തിരുവാതിരേന്നായിരുന്നു ഋത്തൂട്ടനെ അച്ഛൻ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ന്യൂട്ടനെ കണ്ടിരുന്നെങ്കിൽ ചോദ്യനായിരിക്കും വിളിക്കാം. അച്ഛനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രമുണ്ട്, എന്നും ഉമ്മറത്ത് കസേരയിലിരിക്കുന്ന അച്ഛനെ.